നമസ്കാരം. മിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഇനി ഞാനൊഴുകട്ടെ ജലാശയ ശുചീകരണ പരിപാടിയുടെ ഭാഗമായി കാവിലുംപാറ പഞ്ചായത്ത് നേതൃത്വത്തിൽ തൊട്ടിൽപ്പാലം പുഴ ശുചീകരിച്ചു. കെ വിജയൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പരിസരബോധവും സ്നേഹവും പൊതു ആരോഗ്യത്തിൻ്റെ കാഴ്ചപ്പാടുമില്ലാത്ത നില സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്രയേറെ പുഴകളിൽ, ചിറകളിൽ, കുളങ്ങളിൽ എല്ലാം തന്നെ മാലിന്യം തള്ളുന്ന രീതിയിലേക്ക് മനുഷ്യൻ മാറുന്നത്. അതിൻ്റെ ഭാഗമായി കാടിലും ഒക്കെ തള്ളുന്നുണ്ട്, യാത്രാമധ്യേ റോഡിൻ്റെ സൈഡുകളിൽ തള്ളുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ കാണാനും കണ്ടെത്തിയാൽ പഞ്ചായത്തിനെ അറിയിക്കാനും, അറിയിച്ചാൽ നല്ല ശിക്ഷ നൽകാനും പഞ്ചായത്ത് പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും എല്ലാം അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ചുമതല എല്ലാവരും വളണ്ടിയർമാരായി നിന്ന് പരിശോധന നടത്തിയാൽ ഇത് നല്ല ശതമാനം പരിഹരിക്കാൻ കഴിയും. ഏതായാലും ഒന്നാമത് ഒരു ലോകം ചെറുതായി, വ്യാപകമായി ലോകത്ത് നിന്ന് യാത്രക്കാർ, ടൂറിസം ശക്തിപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം കുടിക്കാൻ വിദേശികൾ തയ്യാറല്ല. അവർ രാജ്യത്തു നിന്ന് വരുമ്പോൾ വെള്ളം കൊണ്ടുവരികയാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ഒരു സംസ്ഥാനം, അത് മലിനപ്പെടുന്ന നില വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയം വരുന്നത്. ടൂറിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർ വരുന്ന പ്രദേശങ്ങളിൽ നിന്ന് അത്രയേറെ വൃത്തിയുള്ള പരിസരങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നമ്മളെ ഈ സാഹചര്യം അവർക്ക് പിടിക്കാത്ത പ്രശ്നമുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്നു എന്നുള്ള എല്ലാ പ്രശ്നം നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒട്ടേറെ രോഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. വിവിധ തരത്തിലുള്ള വൈറസുകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതിന് അടിഞ്ഞുകൂടാനും അതിന് വളരാനുമുള്ള സാഹചര്യം ഒരുക്കിയതിൻ്റെ ഭാഗമായാണ് ചിക്കൻ ഗുനിയ മുതൽ ഇങ്ങോട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിലുള്ള കോവിഡ് വരെ വരുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലും ലോകത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാം ഒഴിവാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ് നാടിൻ്റെ ഈ പൊതുസമൂഹത്തിലാകെ ഉണ്ടായിട്ടുള്ള ഈ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനം. അപ്പോൾ അതിനുവേണ്ടി നല്ല ശ്രമമാണ് ഗവൺമെൻറ് എടുക്കുന്നത്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എടുക്കുന്നത്. അതിനൊരു ജനകീയ അവബോധം തന്നെ ഇപ്പം നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG ജോർജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കേരളം ഇപ്പോൾ ഒരു പുതിയ ചുവടുവെപ്പ് നൽകുകയാണ്. സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. സീറോ വേസ്റ്റ് കേരളം എന്ന ലക്ഷ്യം ഈ മാർച്ച് 31 കൈവരിക്കുക. ഇതിൻ്റെ ഭാഗമായി നമ്മളുടെ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ 2 വർഷമായി നടത്തുകയാണ്. നിരവധിയായ പ്രവർത്തനങ്ങളിൽ, മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളെ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശൻ മണലിൽ, CDS ചെയർപേഴ്സൺ KK മോളി, രാജീവൻ മാസ്റ്റർ, ബോബി മൂക്കൻതോട്ടം, രവീന്ദ്രൻ കാപ്പിയിൽ, സുനിൽ ദത്ത് എന്നിവർ പങ്കെടുത്തു. വാർഡ് മെമ്പർ VK സുരേന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നിജേഷ് VM നന്ദിയും പറഞ്ഞു. ചൂരണി മുതൽ കായക്കൊടി അതിർത്തി വരെ 10 കിലോമീറ്റർ ദൂരത്തിൽ അതത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ 800-ലധികം സന്നദ്ധ പ്രവർത്തകരാണ് ശുചീകരണം നടത്തിയത്.